ഈ ഒരു വാട്ടർമെലനെ ഹാഫായിട്ട് കട്ട് ചെയ്യണം. നമുക്കപ്പം നമ്മുടെ വാട്ടർമെലൻ ഹാഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വെള്ള സാധനമില്ല അതൊന്ന് ചിരണ്ടിക്കളയണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എല്ലാം ഇടാം. ഇപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇടാം. നമ്മളിതെല്ലാം ചെന്നിട്ട് ഈ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് ബാക്കിയൊക്കെ ഇട്ട് നോക്കാവേ. ഇനി നമുക്ക് ഇതിനെ ജ്യൂസ് അടിക്കണമേ. ഞാൻ ഇനി ഇതിനെ ഗ്രേറ്റ് ചെയ്യാൻ പോവാട്ടോ. നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പരുവം തന്നെ കിട്ടണേ. അപ്പോൾ ഇങ്ങനത്തെ ഇത് വേണം കിട്ടാൻ. ഇനി നമുക്കിതിനെ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാവേ. അപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ വാട്ടർമെലൻ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇത് സ്റ്റൗവിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് ചൂടാക്കണം. ഇനി ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ചൂടായി ബബിൾ കണക്ക് വരുമല്ലോ. അപ്പോഴത്തേനും ഇത് ഓഫ് ചെയ്യാം. ഇത് ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പഞ്ചസാര ഇനി ഇത് നല്ലോണം ഇളക്കണം. നമുക്ക് നമ്മുടെ അതിലിടേണ്ട മിക്സ്ചർ എടുക്കാവേ. അപ്പം നമുക്ക് കോൺഫ്ലവർ വേണം. ഞാൻ ഇവിടെ വരുന്ന ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ കോൺഫ്ലവർ ആട്ടോ. നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇതിൽ.
കുറച്ചും കൂടി ഒരു കോൺഫ്ലോർ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കോൺഫ്ലവറിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേന് നമുക്കിത് ഓഫ് ചെയ്യാവേ. ഇനി നമുക്ക് ഇതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇതിലേക്ക് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇത് ഇനി നമുക്ക് ഫ്രീസറിൽ വെക്കാം.